ശ്രീരാഗം കുടുംബത്തിലെ എല്ലാവർക്കും നമസ്കാരം. പുരാണ കഥാമൃതത്തിൽ ഇന്ന് ഞാൻ പറയുന്നത് കുഞ്ചൻ നമ്പ്യാരുടെ ജനനത്തെക്കുറിച്ചാണ്. വന്നേരി ദേശക്കാരനും കേവലം നിസ്വനനുമായ ഒരു നമ്പൂതിരി തൻ്റെ പെൺകിടാങ്ങളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിന് നിവൃത്തിയില്ലായകയാൽ വല്ലവരെയും കണ്ട് യാചിച്ച് കുറേ പണം സമ്പാദിക്കണമെന്ന് നിശ്ചയിച്ച് സ്വദേശത്തു നിന്നും പുറപ്പെട്ടു. അദ്ദേഹം കോഴിക്കോട്, കൊച്ചി, അമ്പലപ്പുഴ, തിരുവിതാംകൂർ മുതലായ രാജ്യങ്ങളിൽ സഞ്ചരിച്ച് രാജാക്കന്മാർ, പ്രഭുക്കന്മാർ മുതലായവരെ കണ്ട് സങ്കടം പറഞ്ഞ് അവരിൽ നിന്ന് കിട്ടിയ ഏതാനും പണവും കൊണ്ട് ഒരിക്കൽ ഒരു ദിവസം മധ്യാഹ്നമായ സമയം കിള്ളിക്കുരിശിമംഗലത്ത് വന്നു ചേർന്നു. അദ്ദേഹം ഭക്ഷണം കഴിക്കാതെ വഴി നടന്നും വെയിലുകൊണ്ടും വളരെ ക്ഷീണിച്ചാണ് അവിടെ എത്തിയത്. ക്ഷേത്രത്തിന് പുറത്ത് ചെന്ന് നിന്നുകൊണ്ട് ഇവിടെ ഉച്ചപൂജയും മറ്റും കഴിഞ്ഞുവോ എന്ന് വിളിച്ചു ചോദിച്ചു. അത് കേട്ട് ശാന്തിക്കാരൻ നമ്പൂതിരി പുറത്തു വന്ന് ഉച്ചപൂജ കഴിഞ്ഞു, എങ്കിലും വേഗം കുളിച്ചു വന്ന ഊണ് കഴിക്കാം എന്ന് പറഞ്ഞു. ഉടനെ നമ്പൂതിരി കുളക്കടവിൽ ചെന്ന് അരയിൽ കെട്ടിയിരുന്ന മടിശീല അഴിച്ച് കടവിൽ വെച്ചിട്ട് ഇറങ്ങി ക്ഷണത്തിൽ കുളിയും ജപവും എല്ലാം കഴിച്ച് നോക്കിയപ്പോൾ മടിശീല കണ്ടില്ല. നമ്പൂതിരിക്കുണ്ടായ വ്യസനം എത്രമാത്രമെന്ന് പറയാൻ വയ്യ. ആ പണം കൊണ്ട് 2-3 പെൺകൊടയെങ്കിലും കഴിച്ചു കൂട്ടാമെന്നായിരുന്നു അദ്ദേഹം വിചാരിച്ചിരുന്നത്. മടിശീല കാണാതായതോടുകൂടി അദ്ദേഹത്തിൻ്റെ വിശപ്പും ദാഹവും മാത്രമല്ല, പാതി പ്രാണനും പോയെന്ന് തന്നെ പറയാം. അദ്ദേഹം ഓടി അമ്പലത്തിൽ ചെന്ന് അവിടെയുള്ളവരോടെല്ലാം ചോദിച്ചു. പക്ഷേ അവരാരും കുളക്കടവിലേക്ക് ചെല്ലുക തന്നെ ഉണ്ടായില്ല എന്ന് പറഞ്ഞു. ഒടുക്കം അതെങ്ങനെയോ പോയത് തന്നെ തൻ്റെ വിധി, അല്ലാതെ എന്ത് പറയാൻ എന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ട് നമ്പൂതിരി ഉണ്ണാൻ ചെന്നിരുന്നു. വ്യസനം കൊണ്ട് അദ്ദേഹത്തിന് ചോറ് ഇറങ്ങുന്നില്ലായിരുന്നു. എങ്കിലും വിശപ്പും ദാഹവും കലശലായിട്ടുണ്ടായിരുന്നതിനാൽ കുറേ ചോറ് വാരി തിന്നു, കുറേ വെള്ളവും കുടിച്ച് ഒരുവിധം ഊണ് കഴിച്ചെന്ന് വരുത്തിയെന്ന് പറയാനേ തരമുള്ളൂ. വ്യസനവും ക്ഷീണവും നിമിത്തം നടക്കാൻ ശക്തിയില്ലാതെ അദ്ദേഹം അമ്പലത്തിൽ തന്നെ മുണ്ടുവിരിച്ചു കിടന്നു. വെയിലൊട്ട് ആറിയപ്പോൾ ഞാനിങ്ങനെ വ്യസനിച്ച് ഇവിടെ കിടന്നതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് എന്ന് വിചാരിച്ച് ഒരുവിധം സമാധാനപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് എണീറ്റ് പോവുകയും ചെയ്തു. പിന്നെയും കുറേ കാലം കഴിഞ്ഞപ്പോൾ ആ നമ്പൂതിരി യഥാപൂർവം ദേശസഞ്ചാരത്തിനായി ഇല്ലത്ത് നിന്ന് പുറപ്പെട്ടു. പല സ്ഥലങ്ങളിലെല്ലാം സഞ്ചരിച്ച് ക്രമേണ അദ്ദേഹം കിള്ളിക്കുരിശിമംഗലത്ത് തന്നെ വന്നു ചേർന്നു. അത് ഒരു ദിവസം വൈകുന്നേരമായിരുന്നു. കുളി കഴിഞ്ഞ് അദ്ദേഹം അമ്പലത്തിൽ ചെന്ന് ശാന്തിക്കാരനെ കണ്ട് തനിക്ക് കൂടി അത്താഴം വേണമെന്ന് പറഞ്ഞു. ശാന്തിക്കാരൻ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ അറിയുകയും മുമ്പുണ്ടായ കഥ ഓർക്കുകയും ചെയ്തു. ഓഹോ, അത്താഴം ഇവിടെയാവാം, എനിക്ക് ഇവിടെ തന്നെയാണ് അത്താഴം. ഇന്ന് മടിശീല കുളക്കടവിൽ വെച്ച് മറക്കുകയോ മറ്റോ ചെയ്തുവോ എന്ന് ചോദിച്ചു. അതിനുത്തരമായി നമ്പൂതിരി, ഈ പ്രാവശ്യം അതിനൊന്നും തരമില്ല. ഞാൻ ഇല്ലത്ത് നിന്ന് പുറപ്പെട്ടിട്ട് ഇത്രത്തോളമേ ആയുള്ളൂ. അധികമൊന്നും സഞ്ചരിക്കാനും ഒട്ടും സമ്പാദിക്കാനും ഇടയായില്ല. മടിശീല വെച്ച് മറക്കുകയും മറ്റും മടക്കത്തിലാവാമെന്നാണ് വിചാരിക്കുന്നത് എന്ന് തമാശയായി പറയുകയും ചെയ്തു. അത്താഴം കഴിഞ്ഞപ്പോൾ വന്നേരിക്കാരൻ നമ്പൂതിരി, ഇനിയൊന്ന് കിടക്കണമല്ലോ, അതെവിടെയാണ് വേണ്ടത് എന്ന് ചോദിച്ചു. അതിനൊക്കെ തരമാക്കാം, നമുക്കിവിടെ ഒരു കിടപ്പിൻ്റെ വട്ടമൊക്കെ ഉണ്ട്, അങ്ങോട്ട് പോകാം, അവിടെ സ്ഥലം ധാരാളമുണ്ട് എന്ന് ശാന്തിക്കാരൻ നമ്പൂതിരി മറുപടി പറയുകയും അവർ രണ്ടുപേരും കൂടി അങ്ങോട്ട് പോവുകയും ചെയ്തു. കിള്ളിക്കുരിശിമംഗലത്ത് ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ നമ്പൂതിരി തിരുവിതാംകൂറിൽ ഏറ്റുമാനൂർ താലൂക്കിൽ കിടങ്ങൂർ ദേശത്തുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിന് അവിടെ കലക്കത്ത് എന്ന് പ്രസിദ്ധമായ നമ്പ്യാർ മഠത്തിൽ സംബന്ധമുണ്ടായിരുന്നു. അങ്ങോട്ടാണ് അവർ പോയത്. അവിടെ ചെന്നപ്പോഴേക്കും ശാന്തിക്കാരൻ നമ്പൂതിരിയുടെ ഭാര്യ ഇവർക്ക് 2 പേർക്കും കാൽ കഴുകുന്നതിനുള്ള വെള്ളം കൊണ്ടുചെന്നു കൊടുക്കുകയും 4 കെട്ടിൽ ഒരു വിളക്ക് കൊണ്ടുവന്ന് വെച്ച് ഒരു പുല്ലുപായ വിരിച്ചു കൊടുക്കുകയും മുറുക്കുവാനുള്ള സാമാനങ്ങളെല്ലാം കൊണ്ടുവന്ന് തയ്യാറാക്കി വയ്ക്കുകയും ചെയ്തു. നമ്പൂതിരിമാർ കാൽ കഴുകി തോർത്തി പുല്ലുപായയിൽ ചെന്നിരുന്നു മുറുക്കി ഓരോരോ വെടികൾ പറഞ്ഞു തുടങ്ങി. അതൊക്കെ കേട്ട് രസിച്ചുകൊണ്ട് ശാന്തിക്കാരൻ നമ്പൂതിരിയുടെ ഭാര്യയും അടുക്കൽ ചെന്നുകൂടി.
വന്നേരിക്കാരൻ നമ്പൂതിരിയുടെ പ്രധാന വിഷയം അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടുകളും മറ്റുമായിരുന്നു. ശാന്തിക്കാരൻ നമ്പൂതിരി പറഞ്ഞത് ആ നമ്പ്യാർ മഠത്തിലെ സ്ഥിതിയെപ്പറ്റിയും മറ്റുമായിരുന്നു. ആ നമ്പ്യാർ മഠത്തിൽ വളരെ കാലമായി സ്ത്രീകളല്ലാതെ പുരുഷന്മാരാരും ഉണ്ടായിരുന്നില്ല. ഒരാൺകുട്ടി ഉണ്ടായാൽ കൊള്ളാമെന്ന് വിചാരിച്ച് അവർ വളരെ സൽക്കർമ്മങ്ങളൊക്കെ നടത്തിയെന്നും ഇപ്പോഴും ഓരോന്ന് നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നതെന്നും എന്നിട്ടും ഫലമൊന്നും കാണാനില്ലെന്നും മറ്റും ശാന്തിക്കാരൻ നമ്പൂതിരി പറഞ്ഞപ്പോൾ തനിക്കും പുരുഷസന്താനമൊന്നും ഉണ്ടായിട്ടില്ലെന്നും 4-5 പെൺകിടാങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്നും അവരെ വേലി കഴിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് താനിങ്ങനെ കഷ്ടപ്പെട്ട് അലഞ്ഞു നടക്കുന്നതെന്നും മറ്റും വന്നേരിക്കാരൻ നമ്പൂതിരിയും പറഞ്ഞു. ആ കൂട്ടത്തിൽ താൻ കുളക്കടവിൽ മടിശീല വെച്ച് മറന്ന കഥയും കൂടി അദ്ദേഹം പ്രസ്താവിച്ചു. മടിശീലയുടെ കാര്യം പറഞ്ഞപ്പോൾ ശാന്തിക്കാരൻ നമ്പൂതിരിയുടെ ഭാര്യ അതിനെപ്പറ്റി ചിലതെല്ലാം ചോദിക്കുകയും വന്നേരിക്കാരൻ നമ്പൂതിരി എല്ലാം വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്തു. ഉടനെ ആ സ്ത്രീ അവിടെ നിന്ന് എണീറ്റു പോയി. അറ തുറന്ന് ഒരു മടിശീല എടുത്തു കൊണ്ടുവന്ന് ഇതായിരിക്കുമോ അവിടുത്തെ മടിശീല എന്ന് ചോദിച്ചുകൊണ്ട് വന്നേരിക്കാരൻ നമ്പൂതിരിയുടെ മുന്നിൽ വെച്ചു. നമ്പൂതിരി അത് എടുത്തു നോക്കി. ഇത് തന്നെ, ഞാൻ കെട്ടിയ കെട്ട് അഴിച്ചിട്ട് കൂടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടിശീല അഴിച്ച് പണം എണ്ണി നോക്കിയപ്പോൾ ശരിയായിരുന്നു. ആ സമയം നമ്പൂതിരിക്കുണ്ടായ സന്തോഷം എത്രമാത്രമാണെന്ന് പറയേണ്ടതില്ലല്ലോ. അദ്ദേഹം ഇതെങ്ങനെ കിട്ടി എന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, മുമ്പൊരിക്കൽ ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ ശുദ്ധം മാറിപ്പോവുകയാൽ കുളിക്കാനായി കുളക്കടവിൽ ചെന്നപ്പോൾ അവിടെ കുറേ ചാണകം കിടക്കുന്നത് കണ്ടു. കുളി കഴിഞ്ഞ് ചെന്നപ്പോൾ അതും കൂടി കൊണ്ടുപോരാമെന്ന് വിചാരിച്ച് വാരിയെടുത്തപ്പോൾ അതിനിടയിൽ ഈ മടിശീല ഇരുന്നിരുന്നു. ഞാനിവിടെ കൊണ്ടുവന്ന് ചാണകമൊക്കെ തുടച്ചു കളഞ്ഞ് മടിശീല പെട്ടിയിൽ വെച്ച് സൂക്ഷിച്ചു. ആരെങ്കിലും ഉടമസ്ഥന്മാർ വന്ന് അന്വേഷിച്ചാൽ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇതുവരെ ഉടമസ്ഥനെ കണ്ടില്ല. ഇപ്പോൾ ഇത് ഇവിടുത്തേതാണെന്ന് അറിയാനിടയായത് വലിയ ഭാഗ്യമായി. ഇത് ഉടമസ്ഥനെ ഏൽപ്പിച്ചു കൊടുക്കാനിടയാകാഞ്ഞിട്ട് ഞാൻ വളരെ വ്യസനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ഇത്രയും കേട്ടപ്പോൾ സംഗതിയൊക്കെ വെളിവായി. നമ്പൂതിരി കുളിച്ച് ജപിച്ചു കൊണ്ട് നിന്ന സമയം അവിടെ ഒരു പശു പുല്ല് തിന്നുകൊണ്ട് നിന്നിരുന്നു. ആ പശു ഈ മടിശീലയുടെ മുകളിൽ ചാണകമിട്ടു. അത് നമ്പൂതിരി കണ്ടില്ല. ചാണകത്തിനടിയിൽ മടിശീല ഉണ്ടായിരിക്കുമെന്നോ പശു അതിൻ്റെ മീതെ ചാണകമിട്ടിരിക്കുമെന്നോ അദ്ദേഹം വിചാരിച്ചുമില്ല. അദ്ദേഹം നോക്കിയത് ചാണകം കിടന്നതിൻ്റെ അടുക്കലൊക്കെ ആയിരുന്നു. ഊണ് കഴിക്കാനുള്ള പരിഭ്രമം കൊണ്ട് മടിശീല വെച്ചത് എവിടെയായിരുന്നുവെന്ന് അദ്ദേഹത്തിന് അത്ര നിശ്ചയമുണ്ടായിരുന്നില്ല. ഈ സ്ത്രീ കുളിക്കാൻ ചെന്നതും ചാണകം വാരിക്കൊണ്ടു പോന്നതും നമ്പൂതിരി കുളി കഴിഞ്ഞ് അമ്പലത്തിലേക്ക് പോയതിൻ്റെ ശേഷമായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പെന്ന് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. ഉടനെ ആ നമ്പൂതിരി ആ പണത്തിൽ പകുതി മാറ്റിവെച്ചിട്ട് ഇതെനിക്കിപ്പോൾ വെറുതെ തന്നതുപോലെയാണ് ഇരിക്കുന്നത്. അതിനാൽ എനിക്ക് പകുതി മതി, പകുതി നിങ്ങൾക്കിരിക്കട്ടെ എന്ന് ആ സ്ത്രീയോട് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ, ഞാൻ ഇതിലൊരു കാശുപോലും വാങ്ങുകയില്ല. ഞാൻ അങ്ങനെ ആഗ്രഹിച്ചല്ല ഇത് സൂക്ഷിച്ചു വെച്ചിരുന്നത്. അന്യൻ്റെ മുതൽ വല്ല സ്ഥലത്തുമിരുന്നു കിട്ടിയാൽ അത് ഉടമസ്ഥനെ ഏൽപ്പിക്കുക മര്യാദക്കാരുടെ ധർമ്മമാണ്. അതിന് പ്രതിഫലം വാങ്ങുക കേവലം നീചത്വവുമാണ്. എനിക്ക് വേണമെങ്കിൽ പകുതിയല്ല മുഴുവനും തന്നെ എടുക്കാമായിരുന്നുവല്ലോ. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ സന്തോഷവും അനുഗ്രഹവും മാത്രമേ ഇതിന് പ്രതിഫലമായി ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട് സന്തുഷ്ടനായ ആ ബ്രാഹ്മണോത്തമൻ അവിടെ നിന്ന് എണീറ്റ് 2 കൈയും ഉയർത്തി ആ സ്ത്രീയുടെ ശിരസിൽ വെച്ചുകൊണ്ട് ആനന്ദാശ്രുക്കളോടുകൂടി സഗൽഗതം, അടുത്തയാണ്ടിൽ ഈ കാലത്തിനു മുമ്പായി നിനക്ക് അതിയോഗ്യനായ ഒരു പുത്രനുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അപ്രകാരം തന്നെ ആ സ്ത്രീ അചിരേണ ഗർഭം ധരിക്കുകയും അതികോമളാംഗനായ ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. ആ പുത്രനാണ് കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ എന്ന് വിശ്വവിശ്രുതനായ സരസകവി കുലാഗ്രസരസനായി തീർന്നതെന്നുള്ളത് ഇനി വിശേഷിച്ചു പറയണമെന്നില്ലല്ലോ. ഹരേ കൃഷ്ണ.